എല്ലാവർക്കും PSC ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ SCERT 5ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 4 ആണ് എടുക്കുന്നത്. ജീവനുള്ള വിത്തുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് പറയുന്നത് ജലം, വായു, അനുയോജ്യമായ താപനില. അപ്പം മണ്ണ് എന്നൊരു ഘടകം ആവശ്യമായ ഒരു ഘടകമായിട്ട് പറയുന്നില്ല. ജലവും വായുവും അനുയോജ്യമായ താപനിലയും കൊടുത്താൽ ഒരു വിത്ത് മുളയ്ക്കുന്നതാണ്. ഹൈഡ്രോപോണിക്സ് അതുപോലെ ആധുനിക രീതികളൊക്കെ നമുക്ക് ഓർത്താൽ തന്നെ മനസ്സിലാവും മണ്ണ് അതിൻ്റെ അകത്തൊരു വളരെ അത്യാവശ്യമായൊരു ഘടകമല്ല എന്ന്. വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ മണ്ണും സൂര്യപ്രകാശവും ആവശ്യമില്ലാത്ത ഘടകങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. പയറ് വിത്ത് മുളച്ച് വരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് വേരിൻ്റെ ഭാഗമാണ്, അതായത് ബീജമൂലം. അത് കഴിഞ്ഞാണ് ഇലയുടെ ഭാഗം ബീജപത്രം വരുന്നത്. പിന്നെ ബീജശീർഷം വന്നു. എന്നിട്ട് ഒരു പൂർണ്ണ വളർച്ചയാവുന്ന ചെടിയായി മാറുന്നു. ആദ്യം ബീജമൂലം, ബീജപത്രം, ബീജശീർഷം. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ വിത്തിനും നമുക്ക് ഓർത്താൽ തന്നെ മനസ്സിലാവും. ഇപ്പം കട്ടി കൂടിയ വിത്തുകൾ, മാവിൻ്റെ വിത്ത്, അതുപോലെ മാങ്ങാണ്ടി ഒക്കെ മുളയ്ക്കാൻ നല്ല കാലതാമസം എടുക്കും. അതുപോലെയാണ് ഒരു പയർ വിത്ത് മുളയ്ക്കുന്നത്, അല്ലെങ്കിൽ ചീര വിത്ത് അതൊക്കെ മുളയ്ക്കുന്നത് വളരെ വേഗമാണ്. അപ്പം തോടിൻ്റെ കട്ടി ഒക്കെ അനുസരിച്ച് ഓരോ വിത്തിനും മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും ഒക്കെ വ്യത്യാസമാണ്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. ജെർമിനേഷൻ ഓഫ് സീഡ്സ്, ബീജാങ്കുരണം എന്ന് പറയുന്നു. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്, അഥവാ റാഡിക്കൽ എന്നാണ് ബീജമൂലത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരുണ്ടാകുന്നു. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അഥവാ പ്ലൂമ്യൂൾ. ബീജശീർഷം വളർന്ന് തണ്ടും ഇലയുമായി മാറുന്നു. ആ ഡയഗ്രം ഓർത്താൽ മതി, എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ മുളച്ചു വരുന്ന സസ്യം ആഹാരമായി ഉപയോഗിക്കുന്നത് ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരം. ഇപ്പോൾ ഒരു വിത്ത് മുളയ്ക്കാൻ തയ്യാറെടുക്കുമ്പോഴേ അതിന് അനുയോജ്യമായ ആഹാരം ആദ്യം ഇല്ല. നമുക്ക് ഒരു ചെടിയായി മാറിയാൽ മാത്രമേ അതിന് സ്വയം ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിത്ത് മുളയ്ക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് അത് വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വിത്ത് മുളച്ച ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്ന്. അപ്പോൾ ഇല ഉണ്ടാകുന്നത് വരെ ബീജപത്രത്തിൽ നിന്ന്, അതിന് മുന്നേ ബീജാന്നത്തിലോ ബീജപത്രത്തിൽ നിന്നോ. ബീജപത്രത്തിന് കോട്ടിലിടൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പയർ വിത്തിലെ ബീജപത്രങ്ങളുടെ എണ്ണം 2, ചോളത്തിലെ ബീജപത്രങ്ങളുടെ എണ്ണം 1. പയർ വിത്തിൽ 2 ഇതളായിട്ട് മുളച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് 2 ബീജപത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ചോളത്തിൽ അത് 1 ഉള്ളൂ. ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് ബീജാന്നം അഥവാ എൻഡോസ്പേം. അതായത് അതിന് ഭക്ഷണമാക്കാൻ ആഹാരം ശേഖരിച്ച് വെക്കുന്ന ഭാഗം ബീജാന്നം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. അപ്പോൾ ചോളം പോലുള്ള ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ ബീജാന്നത്തിൽ നിന്നാണ് ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത്. ഹൈഡ്രോപോണിക്സ് എന്താണെന്നാണ് പറയുന്നത്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ മണ്ണില്ലാതെ മറ്റ് പോഷക ലായനികൾ കൊടുത്തുകൊണ്ട് മണ്ണിന് പകരം പോഷക ലായനികളിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അടുത്തതായി പറയുന്നത് എയറോപോണിക്സ് എന്ന രീതിയെക്കുറിച്ചാണ്. മണ്ണോ വെള്ളമോ ഇല്ലാതെയുള്ള കൃഷിയാണ് എയറോപോണിക്സ്. ജലബാഷ്പമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം അഥവാ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. നമുക്കറിയാം, നമ്മൾ ഓരോ സസ്യത്തിൻ്റെയും വിത്ത് വിതരണം നടക്കുന്നത് വ്യത്യസ്ത രീതികളിലൂടെയാണ്. അപ്പോൾ വിത്ത് വിതരണ രീതിയും സസ്യവുമാണ് പറയുന്നത്. കാറ്റ് വഴി വിത്ത് വിതരണം നടക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പൂപ്പൻ താടിയും മഹാഗണിയും. അപ്പൂപ്പൻ താടിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പറന്നു പോകും. അതിനനുസരിച്ച് അവർക്ക് വിത്ത് വിതരണം നടക്കാൻ പറ്റും.
അവരുടെ വംശനാശം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സസ്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് തെങ്ങാണ്. ജന്തുക്കൾ വഴി ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ജന്തുക്കളുടെ ശരീരത്തിനും മറ്റും പറ്റിപ്പിടിച്ചുകൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് ഈ വിത്തുകൾ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നു. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നവയാണ് വെണ്ട, കാശിത്തുമ്പ, റബ്ബർ. ഇത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നോക്കി വെക്കുക. വിത്ത് വിതരണം എന്തിനാണെന്നാണ് പറയുന്നത്. ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ മുളയ്ക്കുകയാണെങ്കിൽ അവയെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇത് കാരണമാണ്. അപ്പോൾ അവർ സ്വയം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വിത്ത് വിതരണം നടത്തുന്നത്. അവർ പിന്നെ നശിച്ചു പോകാതിരിക്കാനും. വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നതിന് തേങ്ങയ്ക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്? കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാൽ ചീഞ്ഞു പോകില്ല. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ തേങ്ങ ആ അനുകൂലനങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അഡാപ്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് തേങ്ങയ്ക്ക് വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്താൻ പറ്റുന്നത്. അപ്പൂപ്പൻ താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താണ്? ചിലയിനം ചെടികളുടെ വിത്തുകൾക്ക് പുറമേ ആവരണം ചെയ്തിരിക്കുന്ന കനം കുറഞ്ഞ പഞ്ഞി പോലുള്ള ഘടനയാണ് അപ്പൂപ്പൻ താടി. ഇത്തരം വിത്തുകൾ ഭാരം കുറവായതിനാൽ കാറ്റിൽ പറന്ന് ദൂരസ്ഥലങ്ങളിൽ വിത്ത് വിതരണം സാധ്യമാകുന്നു. ദൂരസ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. അതുപോലെ മഹാഗണിയുടെ വിത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ ദൂരെ സ്ഥലങ്ങളിലൂടെ ഒക്കെ പറന്നു പോകും, അങ്ങനെ വിത്ത് വിതരണം നടക്കുന്നു. ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിന് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളത്? മാംസളമായ ഭാഗങ്ങൾ സ്വാദിഷ്ടമാണ്. അതുപോലെ ആകർഷണീയമായ നിറം, മണം. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ജന്തുക്കളും പക്ഷികളും ധാരാളമായി വന്ന് ഈ പഴങ്ങളൊക്കെ കഴിക്കുന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഈ അനുകൂലനങ്ങൾ വിത്ത് വിതരണത്തിന് സഹായമാകുന്നത് എങ്ങനെ? ജീവികളുടെ ശരീരത്തിലാണ് ഇത്തരം ഫലങ്ങൾ പറ്റിപ്പിടിക്കുന്നത് എങ്കിൽ അവ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വിത്തുകൾ എത്തും. അപ്പോൾ ഫലങ്ങൾ, നല്ല രുചിയുള്ള ഫലങ്ങൾ ഭക്ഷിക്കാൻ ജന്തുക്കളെത്തും. എന്നാൽ ഈ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത വിത്തുകൾക്ക് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട്. അവരുടെ ശരീരത്തെ പറ്റിപ്പിടിച്ചുകൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് കടലാടി, അസ്ത്രപ്പുല്ല് എന്നിവ. ശരീരത്തെ പറ്റിപ്പിടിച്ച് വിതരണം നടത്തുന്നത്. ഏത് ഭാഗത്ത് നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു? അപ്പോൾ ചെമ്പരത്തിയുടെ ഏത് ഭാഗം വെച്ചാലാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? കാണ്ഡമാണ്. നിശാഗന്ധിയുടേതാണെങ്കിൽ ഇല മുളച്ചിയും ഇല തന്നെയാണ്. കൃഷ്ണഗിരിയുടെ വേര്. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ അത് കായിക പ്രജനനമാണ്, അല്ലാതെ പ്രത്യുൽപാദനപരമായി ഉണ്ടാകുന്ന പ്രജനനമല്ല. വേര്, ഇല, തണ്ട് മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ വേരാണ് തായ് വേര് അഥവാ ടാപ്പ് റൂട്ട്. തായ് വേരും അതിൽ നിന്നും വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം. അതിന് എക്സാമ്പിളാണ് മാവ്, പ്ലാവ് തുടങ്ങിയവയുടെ വേരുകൾ. നമുക്ക് മാവും പ്ലാവും ഒക്കെ നല്ല വലിപ്പം വയ്ക്കുന്ന വൃക്ഷങ്ങളാണ്. അന്നേരം അവയ്ക്ക് കുറേ നല്ല ബലമുണ്ടെങ്കിലേ മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങിയെങ്കിൽ മാത്രമേ അത്രയും വലിയ ശരീരത്തെ താങ്ങി നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ 2 ടൈപ്പിലുള്ള റൂട്ട് സിസ്റ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത് നമ്മൾ പറഞ്ഞു, ടാപ്പ് റൂട്ട്. എക്സാമ്പിൾ മാവും പ്ലാവും. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം അഥവാ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകൾ ആണ് ഇതിന് എക്സാമ്പിൾ. നെല്ല്, രാമച്ചം, മുള തുടങ്ങിയവയാണ് നാരുവേര് പടലത്തിന് ഉദാഹരണങ്ങൾ. ഇനി പൊതുവേ ചെടികൾക്ക് നാരുവേര് പടലവും തായ് വേര് പടലവും മാത്രമല്ല ഉള്ളത്, മറ്റ് ചില പ്രത്യേകതകളുള്ള വേരുകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെ അവ അറിയപ്പെടുന്നു.
തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വേരുകളാണ്. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് വേരുകൾ അഥവാ പ്രോപ്പ് റൂട്ട്. അതിന് ഉദാഹരണമാണ് പേരാൽ. ബനിയൻ ട്രീ എന്നാണ് പേരാലിന് പറയുന്നത്. താങ്ങുവേര് മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നു. ഇനി തണ്ടിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ അഥവാ സ്റ്റിൽട്ട് റൂട്ട്. ആറ്റുകൈതയാണ് എക്സാമ്പിൾ. ആറ്റുകൈതയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ക്രൂ പൈൻ എന്നാണ്. സ്ക്രൂ പൈൻ. ചില സസ്യങ്ങൾക്ക് മറ്റ് ചെടികളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന പ്രത്യേക തരം വേരുകളാണ് പറ്റുവേരുകൾ. ക്ലൈംബിംഗ് റൂട്ട്സ്. ക്ലിങ്ങിങ് റൂട്ട്സ്. പറ്റുവേരുകൾ, ക്ലിങ്ങിങ് റൂട്ട്സ്. അതിന് ഉദാഹരണം ഓർക്കിഡാണ്. മറ്റ് ചെടികളിൽ പറ്റിപ്പിടിച്ചാണ് ഓർക്കിഡൊക്കെ വളരുന്നത്. തടിയിലും മരക്കഷ്ണങ്ങളിലൊക്കെയാണ് ഓർക്കിഡ് വളർത്തുന്നത്. അതുപോലെ മരവാഴി അങ്ങനെ തന്നെയാണ്, മരങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. അവയ്ക്ക് പറ്റുവേരുകളാണ് ഉള്ളത്. ഇനി വാതക വിനിമയത്തിന് സഹായിക്കുന്നതിനായി വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതിനെ ശ്വസന വേരുകൾ അഥവാ ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് മാംഗ്രോവ്സ് ആണ് കണ്ടൽ ചെടികൾ. ആഹാരം സംഭരിച്ച് വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ, സ്റ്റോറേജ് റൂട്ട്. അതിന് ഉദാഹരണങ്ങൾ മരച്ചീനി, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, റാഡിഷ്. അപ്പോൾ അവരുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്ന ആഹാരം അവർ സംഭരിച്ച് വയ്ക്കുന്നു. അങ്ങനെ അത് ഒരു നല്ലൊരു ഭക്ഷണമായിട്ട് മാറുന്നു. മരച്ചീനിയും മധുരക്കിഴങ്ങും ക്യാരറ്റും റാഡിഷും സംഭരണ വേരുകൾ. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിപ്പിക്കുന്നത് കൊണ്ട് എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശവും അഥവാ എക്സ്റ്റൻഷൻ. വംശനാശം വന്ന ജീവികളാണ് ഡോഡോ പക്ഷി, മരതകപ്രാവ്, സുവർണത്തവള, ഗ്രേറ്റ് ഓക്ക്. അപ്പോൾ ഇവ എണ്ണത്തിൽ കുറഞ്ഞ് പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് ഇല്ലാതായവയാണ്. മുള്ളിലം, തുമ്പ തുടങ്ങിയവ കേരളത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള സസ്യങ്ങളാണ്. വംശനാശത്തിൻ്റെ വക്കിലെന്നൊക്കെ പറയാം മുള്ളിലവും തുമ്പയും. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇലകളിലെ സിരാവിന്യാസം എന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഇതിനു മുന്നേ ഫിലോടാക്സിയൊക്കെ പഠിച്ചിരുന്നു, ഇലകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഇലകളുടെ ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ ആ ഇലയിൽ എങ്ങനെയാണ് അതിൻ്റെ സിരകൾ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്നാണ് ജാലിക സിരാവിന്യാസം എന്ന് പറയുന്ന ഫസ്റ്റ് കാറ്റഗറിക്ക് പറയുന്നത്. 2 ടൈപ്പ് സിരാവിന്യാസങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ജാലിക സിരാവിന്യാസം. ഇലകളിലേക്ക് ജലം എത്തിക്കുകയും ഇലകളിൽ നിന്നും ആഹാരം കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇലയിലെ ഭാഗമാണ് സിര. അപ്പോൾ സിരകൾ എന്തിനാണ് ഇലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്? അത് ജലം കൊണ്ടുപോകാനും ആഹാരം കൊണ്ടുപോകാനും വേണ്ടി, ജലം എത്തിക്കാനും ആഹാരം കൊണ്ടുപോകാനും വേണ്ടിയുള്ള ഭാഗമാണ് സിര. ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയിൽ നിന്നും രൂപപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നതാണ് ജാലിക സിരാവിന്യാസം. ഉദാഹരണങ്ങൾ പ്ലാവും മാവും. ഈ റബ്ബറിൻ്റെ ഇലയൊക്കെ കൊഴിയുന്ന സമയമായാൽ നമുക്ക് കാണാം, അത് കുറച്ച് കാലം മണ്ണിൽ കിടന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എല്ലാ മാംസളമായ ഭാഗങ്ങളെല്ലാം മാറി സിരകൾ മാത്രമായി വരുന്നൊരു നല്ലൊരു ഭംഗിയാണത് കാണാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം റബ്ബറിലയും ഒക്കെ ജാലിക സിരാവിന്യാസത്തിന് ഉദാഹരണമാണ്. ഇനി സമാന്തര സിരാവിന്യാസം, പാരലൽ വീനേഷൻ. ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്നും തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നതാണ് സമാന്തര സിരാവിന്യാസം. നെല്ല്, മുള തുടങ്ങിയവയാണ് എക്സാമ്പിൾ. നെല്ലിൻ്റെയൊക്കെ എല്ലാം എടുത്ത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അതുപോലെ മുള എല്ലാം ഇങ്ങനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വന്നിട്ട് സമാന്തരമായി വന്നിട്ട് കൂട്ടിമുട്ടുന്നു. നെക്സ്റ്റ് ഏകബീജപത്രങ്ങളും ദ്വിബീജപത്രങ്ങളുമാണ് പറയുന്നത്. ഏകബീജപത്ര സസ്യങ്ങൾ, മോണോകോട്ട് പ്ലാന്റ്സ്. ഇത് സസ്യങ്ങളുടെ ഒരു കാറ്റഗറീസ് തരംതിരിക്കുന്ന ഒരു സംഭവമാണ് ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും. ഏകബീജത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏകബീജപത്ര സസ്യങ്ങൾ. എക്സാമ്പിൾ നെല്ല്, മുള, തെങ്ങ്. നേരത്തെ നമ്മൾ ചോളത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ചോളം കൂടി നമുക്ക് ഓർത്ത് വയ്ക്കാം. ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ.
അപ്പോൾ ഈ ഏകബീജപത്ര സസ്യങ്ങളെയും ദ്വിബീജപത്ര സസ്യങ്ങളെയും നമുക്ക് അറിയാനായിട്ട് ചില സവിശേഷതകളുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഇവയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. 4 വേര് പടലമുള്ളതും ശിഖരങ്ങളില്ലാത്ത തണ്ടുള്ളതും സമാന്തര ശിരാവിന്യാസമുള്ള ഇലകളുമായത് എല്ലാം ഏകബീജപത്ര സസ്യങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നു. ഇനി ദ്വിബീജപത്ര സസ്യങ്ങൾ അഥവാ ഡൈക്കോട്ട് പ്ലാന്റ്സ്. 2 ബീജപത്രമുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. എക്സാമ്പിൾ മാവ്, പ്ലാവ്, പുളി. ദ്വിബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകൾ: തായ് വേര് പടലമാണ്, അതുപോലെ ശിഖരങ്ങളുള്ള തണ്ടാണ്, ജാലികാ ശിരാവിന്യാസമുള്ള ഇലകൾ. നേരത്തെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പോൾ എക്സാമ്പിളുകളും അതുപോലെ കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ, ഈ പൊയ്ക്കാൽ വേരുകൾ അതുപോലെ പറ്റ് വേരുകൾ, ശ്വസന വേരുകൾ, അതൊക്കെ കാണപ്പെടുന്ന സസ്യങ്ങൾ, അതൊക്കെ PSC കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ന്യൂമാറ്റോഫോഴ്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ വിത്ത് വിതരണ രീതി ചോദിക്കാറുണ്ട്, എയറോപോണിക്സ്, ഹൈഡ്രോപോണിക്സ് അതെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായി പഠിക്കാം. ജീവനുള്ള വിത്തുകൾ എന്ന ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.